morning students. Good morning. Breakfast കഴിച്ചോ എല്ലാവരും? ഓക്കെ. അപ്പോൾ നമുക്കിനി കുറച്ച് GK സ്റ്റഡി ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 37 ആണ് ഇന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ക്യൂസ് കണ്ടോ? ഹെഡിങ് കണ്ടോ? ക്യൂസ്. ഓക്കെ. എല്ലാവരും എടുത്തോ? ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ 37. നോക്കിക്കേ ഫസ്റ്റ് ക്യൂസ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന്റെ ആൻസർ നമ്മൾ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഓൺലി മാമൽ ദാറ്റ് ക്യാൻ ഫ്ലൈ. എന്താണ്? ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന മാമലിന്റെ പേര് എഴുതാൻ. ഒരു മാമലാണ്, അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? പറക്കുന്ന സസ്തനിയുടെ പേര് എഴുതുക. പറക്കാൻ കഴിയുന്ന ഒരേ ഒരു സസ്തനിയുടെ പേര്. നെയിം ദ ഓൺലി മാമൽ എന്ന് വെച്ചിട്ടില്ലേ? പറക്കാൻ കഴിയുന്ന ഒരേ ഒരു സസ്തനിയുടെ പേര് എഴുതുക. നെയിം ദ ഓൺലി മാമൽ ദാറ്റ് ക്യാൻ ഫ്ലൈ. നിങ്ങൾക്ക് അറിയാമോ പറക്കുന്ന സസ്തനിയുടെ പേര് ഏതാണ്? ബാറ്റ്സ്. ഏതാണ്? ബാറ്റ്സ്. വവ്വാൽ ഇല്ലേ? നമുക്ക് അറിയാം ബാറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെയിം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ പ്ലാനറ്റ്. പ്ലാനറ്റിലെ ലാർജസ്റ്റ് ആനിമലിന്റെ പേര്, വലിയ മൃഗത്തിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് പിക്ചർ തന്നിട്ടുണ്ടല്ലേ? പിക്ചറിൽ നിന്ന് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ സാധിക്കും. ഏതാണ് പിക്ചർ? നോക്കിക്കേ. ബ്ലൂ വെയിൽ. ഏതാണ്? ബ്ലൂ വെയിൽ. ഏതാണ്? ബ്ലൂ വെയിൽ. BLUEWHALE. ബ്ലൂ വെയിൽ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡസ് ദ വേർഡ് ഡൈനോസർ മീൻ? ഡൈനോസർ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഡസ് ദ വേർഡ് ഡൈനോസർ മീൻ? ഡൈനോസർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ടെറിബിൾ ലിസാർഡ്. എന്താണ്? ടെറിബിൾ ലിസാർഡ്. എന്താണ്? ടെറിബിൾ ലിസാർഡ്. TERRIBLELIZARD. ടെറിബിൾ ലിസാർഡ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് കളേർഡ് ജെല്ലി ഫിഷ് ഡസ് നോട്ട് സ്റ്റിങ്? അതായത് ഏത് നിറമുള്ള ജെല്ലി ഫിഷ് ആണ് സ്റ്റിങ് ചെയ്യാത്തത്? എന്താ? കുത്താത്തത്. ഏത് നിറമുള്ള ജെല്ലി ഫിഷ് ആണ് കുത്താത്തത്? വാട്ട് കളേർഡ് ജെല്ലി ഫിഷ് ഡസ് നോട്ട് സ്റ്റിങ്? ഏതാണ്? വൈറ്റ്. ഏതാണ്? വൈറ്റ്. വെള്ള നിറമുള്ള ജെല്ലി ഫിഷുകളാണ് കുത്താത്തത്. WHITE. വൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ നെയിം ഫോർ ഗ്രൂപ്പ് ഓഫ് ലയൺസ്? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ലയൺസിന്റെ ആ ഒരു കൂട്ടത്തെ, ലയൺസിന്റെ ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കും? സിംഹങ്ങളുടെ കൂട്ടത്തിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? പ്രൈഡ്. എന്താണ്? പ്രൈഡ്. PRIDE. പ്രൈഡ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ എ ഫീമെയിൽ എലിഫന്റ്? ഫീമെയിൽ എലിഫന്റ് അല്ലേ? എന്താണ്? ഫീമെയിൽ എലിഫന്റിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ഫീമെയിൽ എലിഫന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടേം എന്താണ്? ഏത് ടേം ആണ്? കൗ. എന്താണ്? COW. കൗ. COW. അപ്പൊ എന്താണ്? ഫീമെയിൽ എലിഫന്റിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ടേം ആണ് കൗ പറയുന്നത്. ഓക്കെ. അടുത്ത സെവൻത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഓൺലി ഇൻസെക്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ഫുഡ് ഫോർ ഹ്യൂമൻസ് കൺസംഷൻ. അതായത് നമുക്ക് എന്താണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണം, അതായത് ഉത്പാദിപ്പിക്കുന്ന ഒരേ ഒരു പ്രാണിയുടെ പേര് എന്താണെന്ന് ചോദിച്ചിരുന്നത്. എന്താണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലേ? ഏതാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസെക്റ്റിന്റെ പേര്, ആ ഒരു പ്രാണിയുടെ പേരെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. ഏതാണ്? ഹണി ബി. തേനീച്ച അല്ലേ? എന്താണ്? ഹണി ബി. HONEYBEE. ഹണി ബി. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ബിയർ ഹാസ് എ ബേബി ദാറ്റ് വെയ്റ്റ് ലെസ് ദാൻ ആൻ ആപ്പിൾ? എന്താണ്? ഒരു ആപ്പിളിനെ കാട്ടി ഇല്ലേ ഭാരം കുറവുള്ള കരടിയുടെ പേര് ചോദിച്ചേക്കാം. അതിന്റെ കുഞ്ഞിന് എന്താണ്? ആപ്പിളിനെ കാട്ടി ഭാരം കുറവാണ്. ഏതാണ് ആ കരടി? പാണ്ടാ ബിയർ. ഏതാണ്? പാണ്ടാ ബിയർ. PANDABEAR. പാണ്ടാ ബിയറാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആപ്പിളിനേക്കാളും അതിന്റെ കുട്ടിക്ക് എന്താ വെയിറ്റ് കുറവാണ്. നമ്മുടെ ആൻസർ ഏതാ? പാണ്ടാ ബിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നയൻത്. വിച്ച് ആനിമൽ ഹാസ് ടീത്ത് ഇൻ ഇറ്റ്സ് സ്റ്റൊമക്ക്? അതായത് വയറ്റിൽ എന്താണ് പല്ലുള്ള ഒരു മൃഗത്തിന്റെ പേര് വെച്ചിട്ട് നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ഏതാണ്? ലോബ്സ്റ്റർ. ഏതാണ്?
lobster. L-O-B-S-T-E-R, lobster. L-O-B-S-T-E-R, lobster. വയറ്റില് പല്ലുള്ള മൃഗത്തിന്റെ പേരാണ് എന്ത്? ലോബ്സ്റ്റർ. ഓക്കെ. അടുത്ത 10th ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? Which is the biggest species of shark? അതായത് സ്രാവുകളുടെ ഏറ്റവും വലിയ ഇനം ഏതാണെന്നാ ചോദിച്ചത്. ഏതാണ്? സ്രാവുകളുടെ ഏറ്റവും വലിയ ഇനത്തിന് നമ്മളൊരു പേര് പറയും. ഏതാണ്? വെയിൽ ഷാർക്ക്. എന്താണ്? വെയിൽ ഷാർക്ക്. W-H-A-V-S-H-A-R-K, വെയിൽ ഷാർക്ക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. Which is the biggest species of shark? ഇല്ലേ? തിമിംഗലങ്ങളുടെ ഏറ്റവും വലിയ ഇനം ഏതാണ്? ഏതാണ്? വെയിൽ ഷാർക്ക്. ഏതാ? അല്ലേ? തിമിംഗല സ്രാവ് എന്നൊക്കെ നമ്മൾ പറയും. എന്താണ്? തിമിംഗല സ്രാവ്. സ്രാവുകളുടെ ഏറ്റവും വലിയ ഇനം ഏതാണ്? വെയിൽ ഷാർക്ക് അല്ലെങ്കിൽ തിമിംഗല സ്രാവ്. ഓക്കെ. 11th ക്വസ്റ്റ്യൻ നോക്കിക്കേ. This animal has 3 hearts, 9 brains and blue blood right its neck. ഇതാണ് ഈ ഒരു ആനിമലിന് എന്തൊക്കെയുണ്ട്? 3 hearts ഇല്ലേ? 3 ഹൃദയമുണ്ട്. അതുപോലെ തന്നെ 9 brain 9 തലച്ചോറുണ്ട്. ആൻഡ് ബ്ലൂ ബ്ലഡ് നീല കളറുള്ള രക്തമാണ് ഈ ഒരു ആനിമൽ. ഈ ഒരു ആനിമലിന്റെ പേര് പറയാനാ ചോദിച്ചത്. എന്താണ് പേര്? നിങ്ങൾക്ക് അറിയാം. പിക്ചർ നോക്കിക്കേ. ഏതാണ്? ഒക്ടോപ്പസ്. ഇല്ലേ? എന്താണ്? നീരാളി. ഒക്ടോപ്പസ്. എന്താണ് നമ്മുടെ ആൻസർ? ഒക്ടോപ്പസ്. O-C-T-O-P. ഒക്ടോപ്പസ് ആണ് എന്ത്? ബ്ലൂ അല്ലേ? ബ്ലഡ് ഉള്ള ആനിമൽ ആണ്. അതുപോലെ അതിന് എത്രയാണ്? 3 ഹേർട്സ് 3 ഹൃദയമുണ്ട്. 9 തലച്ചോറുള്ള ആനിമലിന്റെ പേരാണ് ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12. In China, killing this animal is punishable by death. Which animal is this? അതായത് ചൈനയിൽ ഈ മൃഗത്തെ കൊല്ലുന്നതിനുള്ള ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്. ഏതോ ഒരു മൃഗത്തെ കൊല്ലുന്നു അല്ലെ? അതിനെ കൊന്നാൽ അത് എന്താണ്? ചൈനയിൽ വധശിക്ഷയാണ് നമുക്ക് കിട്ടുന്നത്. അത് ഏതാണ്? ആ മൃഗത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചത്. ഏതാണ്? നിങ്ങൾക്ക് നമുക്ക് ടെക്സ്റ്റിൽ പിക്ചർ വന്നിട്ടുണ്ട്. നോക്കിക്കേ. ഏതാണിമല? പാണ്ട. പാണ്ടയാണ് ചൈനയില്. പാണ്ടയെ കൊല്ലാന്നാണ് നമുക്ക് എന്താണ്? വധശിക്ഷയായിരിക്കും കിട്ടുക. അടുത്ത 13 ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ആനിമൽ ദാറ്റ് ഹാസ് ദ മാക്സിമം ലൈഫ് സ്പാൻ ഓഫ് ദ ആവറേജ് ഓഫ് 200 ഇയേഴ്സ്. അതായത് ശരാശരി 200 വർഷത്തെ പരമാവധി ആയുസ്സുള്ള മൃഗത്തിന്റെ പേര്, ആനിമലിന്റെ പേര് എഴുതുക. ഏതാണ്? ബൗഹെഡ് വെയിൽ. എന്താണ്? ബൗഹെഡ് വെയിൽ. B-O-W-H-E-A-D, ബൗഹെഡ് വെയിൽ. W-H-A-L-E, ബൗഹെഡ് വെയിലാണ് എന്ത്? 200 വർഷം അല്ലേ ആയുസ്സുള്ള മൃഗത്തിന്റെ പേരാണ് ബൗഹെഡ് വെയിൽ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത 14 ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ആനിമൽ ദാറ്റ് ക്യാൻ ലിവ് ഫോർ 6 to 7 months വിത്തൗട്ട് വാട്ടർ ഡ്യൂറിംഗ് ദ വിന്റർ സീസൺ. അതായത് വിന്റർ സീസണിലും വാട്ടർ ഇല്ലാതെ 6 മാസം 6 മുതൽ 7 മാസം വരെ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന മൃഗത്തിന്റെ പേര് എഴുതാനാ ചോദിച്ചത്. നമുക്ക് പിക്ചറിൽ തന്നെ പറയാം അല്ലേ? എന്താണ്? ക്യാമൽ. എന്താണ്? ക്യാമൽ. ഒട്ടകം അല്ലേ? CAMEL, ക്യാമൽ. എന്താ? ഒട്ടകം. ഇതോ ക്വസ്റ്റ്യൻ എന്തുവാ? Name the animal that can live for 6 to 7 months without water during the winter season. അല്ലേ? ശൈത്യകാലത്ത് വിന്റർ സീസണിൽ 6 മുതൽ 7 മാസം വരെ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു മൃഗമാണ് ഏത്? ക്യാമൽ, ഒട്ടകം. ഓക്കെ. അടുത്ത 15 ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ ദാറ്റ് ഹാസ് റെക്കോർഡഡ് സ്പീഡ് ഓഫ് 110 to 120 km/h. അതായത് മണിക്കൂറിൽ 110-120 കിലോമീറ്റർ വേഗത രേഖപ്പെടുത്തിയ ഏറ്റവും വേഗത്തിലുള്ള ഒരു മൃഗത്തിന്റെ പേര് പറയും. ഏതാണ്? ചീറ്റ. ഏതാണ്? ചീറ്റ. നമുക്കറിയാമല്ലേ? നമ്മളെ പിക്ചർ നോക്കിക്കേ. പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂലേ? ചീറ്റ. എന്തുവാ? CHEETA, ചീറ്റ. ഓക്കെ, ചീറ്റപ്പുലി എന്നൊക്കെ നമ്മൾ പറയല്ലേ? ചീറ്റ. ഇതോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്യൂസ് അല്ലേ? ഏതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെയിം ദ ഓൺലി മാമൽ ദാറ്റ് ക്യാൻ ഫ്ലൈ. ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന സസ്തനി, പറക്കുന്ന സസ്തനി ഏതായിരുന്നു? ബാറ്റ്. നെയിം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ പ്ലാനറ്റ്. പ്ലാനറ്റിലുള്ള ലാർജസ്റ്റ് ആനിമൽ ഏതാണ്? ബ്ലൂ വെയിൽ.
വാട്ട് ഡസ് ദ വേർഡ് ഡൈനോസർ മീൻസ്? ഡൈനോസർ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ? ടെറിബിൾ ലിസാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? വാട്ട് കളർ ജെല്ലി ഫിഷ് ഡസ് നോട്ട് സ്റ്റിക്ക്? കുത്താത്ത അല്ലേ? ഏത് നിറമുള്ള ജെല്ലി ഫിഷ് ആണ് നമ്മളെ കുത്താത്തത്? ഏതാണ്? വൈറ്റ്, വെള്ള കളറുള്ളതാണ്. വാട്ട് ഈസ് ദ നെയിം ഫോർ ഗ്രൂപ്പ് ഓഫ് ലയൺസ്? ഗ്രൂപ്പ് ഓഫ് ലയൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ട്രൈബ്. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ എ ഫീമെയിൽ എലിഫന്റ്? ഫീമെയിൽ എലിഫന്റിനെ നമ്മൾ അല്ലേ പറയാൻ യൂസ് ചെയ്യുന്ന ടേം ഏതാ? കൗ. നെയിം ദ ഓൺലി ഇൻസെക്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതായത് മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന അല്ലേ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസെക്ട് പ്രാണിയുടെ പേരേതാ? ഹണി ബീ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബെയർ ഹാസ് എ ബേബി ദാറ്റ് വെയ്റ്റ് ലെസ് ദാൻ ആൻ ആപ്പിൾ? ഇല്ലേ, ആപ്പിളിനേക്കാളും വെയിറ്റ് കുറഞ്ഞ ഒരു ബേബിയുള്ള മൃഗത്തിന്റെ പേരേതാണ്? പാണ്ട ബെയർ. വിച്ച് ആനിമൽ ഹാസ് ടീത്ത് ഇൻ ഇറ്റ്സ് സ്റ്റൊമക്ക്? സ്റ്റൊമക്കിൽ ടീത്ത് ഉള്ള ആനിമലിന്റെ പേരെന്താ? ലോബ്സ്റ്റർ. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്പീഷീസ് ഓഫ് ഷാർക്ക്? ഇല്ലേ, ഷാർക്കുകളുടെ ഏറ്റവും വലിയ ഇനം ഏതാണ്? വെയിൽ ഷാർക്ക്. The animal has 3 heart, 9 brains and blue blood right its name. അതായത് എന്താ? 3 ഹൃദയവും 9 തലച്ചോറും നീല രക്തവുമുള്ള ആനിമലിന്റെ പേരേതാ? ഒക്ടോപ്പസ്, നീരാളി. In China, killing this animal is punishable by death. Which animal is this? ചൈനയിൽ ഈ മൃഗത്തിനെ കൊന്നാലുള്ള ശിക്ഷ എന്താണ്? വധശിക്ഷ. അത് ഏത് മൃഗമാണ്? പാണ്ട. Name the animal that has the maximum lifespan of the average of 200 years. അപ്പം ഇതാണ് 200 വർഷം, പരമാവധി 200 വർഷത്തെ ആയുസ്സുള്ള മൃഗത്തിന്റെ പേര് ഏതാണ്? ബൗഫർഡ് വെയിൽ. Name the animal that can live for 6 to 7 months without water during the winter season. അതായത് വിന്റർ സീസണിൽ വെള്ളമില്ലാതെ 6-7 മാസം, 6 മുതൽ 7 മാസം വരെ ജീവിക്കാൻ കഴിയുന്ന മൃഗത്തിന്റെ പേര് എന്താണ്? ക്യാമൽ, ഒട്ടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നെയിം ദ ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ ദാറ്റ് ഹാസ് റെക്കോർഡഡ് സ്പീഡ് ഓഫ് 110 to 120 കിലോമീറ്റർ. അതായത് മണിക്കൂറിൽ 110-120 വേഗത രേഖപ്പെടുത്തിയ അല്ലേ കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗത്തിന്റെ പേരെന്താ? ചീറ്റ. ഓക്കെ, ഇതൊരു കാര്യം ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ? നോക്കിക്കേ, ചാപ്റ്റർ 18 ഇമ്പോർട്ടന്റ് ടേംസ്. എന്താണ് ചാപ്റ്റർ 18 ഇമ്പോർട്ടന്റ് ടേംസ്? അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഗെയിം അസോസിയേറ്റഡ് വിത്ത് ദ ടേം ഗിവൺ. അതായത് നമുക്ക് കുറച്ച് ടേം തന്നിട്ടുണ്ട്. അതായത് നമുക്ക് സ്പോർട്സ് ഇല്ലേ പല കളിയുണ്ട്, ക്രിക്കറ്റ്, ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, പിന്നെന്താണ് ഹോക്കി ഇല്ലേ, പോളോ, അങ്ങനെ കുറെ സ്പോർട്സ് നമുക്കുണ്ട്. അപ്പൊ ആ ഓരോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ടേം തന്നിട്ടുണ്ട്. ആ കളിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ടേം വായിച്ചു നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് കളി ഏതാണോ അത് നമ്മൾ ഗെയിം ഇല്ലേ അത് ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായ? നമുക്ക് കുറച്ച് ടേം തന്നിട്ടുണ്ട്. ആ ടേം വായിച്ചു നോക്കി അത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ ആ കളിയുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബുൾസൈ. ബുൾസൈ എന്ന് പറയുന്നത് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടയാണ്? ഏതുമായിട്ടായിരിക്കും? ആർച്ചറി, അമ്പെയ്ത്ത്. എന്താണ് ആർച്ചറി? ARCHERY. ആർച്ചറി എന്താണ്? അമ്പെയ്ത്ത്. അപ്പൊ ബുൾസൈ എന്ന് പറയുന്ന വാക്ക് ആർച്ചറി എന്ന് പറയുന്ന സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അമ്പെയ്ത്ത്. അടുത്ത നോക്കിക്കേ, സ്മാഷ്. സ്മാഷ് എന്ന് പറയുന്ന ആ ഒരു ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്കറിയാമോ? സ്മാഷ് കേട്ടിട്ടുണ്ടോ? ഏതാണ്? ബാഡ്മിന്റൺ. ഏതാണ്? ബാഡ്മിന്റൺ. BADMINTON. ബാഡ്മിന്റൺ കളിയുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് സ്മാഷ്. ഓക്കെ, അടുത്ത വേർഡ് നോക്കിക്കേ, പിച്ച്. പിച്ച് എന്ന് പറയുന്ന ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാ? പിച്ച് എന്ന് പറയുന്ന ടേം ബേസ്ബോൾ. എന്താണ്? ബേസ്ബോൾ. BASEBALL. ബേസ്ബോളുമായിട്ട് ബന്ധപ്പെട്ട ടേം ആണ് പിച്ച്. അടുത്ത ഫോർത്ത് വേർഡ് നോക്കിക്കേ, ചെക്ക്മേറ്റ്. ചെക്ക്മേറ്റ് എന്ന് പറയുന്ന ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ചെസ്. ഏതാണ്? ചെസ്. CHESS. ചെക്ക്മേറ്റ് എന്ന് പറയുന്ന ടേം ഏത് വേർഡുമായിട്ട് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചെസ്. അടുത്ത ഫിഫ്ത്ത് നോക്കിക്കേ, നോക്കൗട്ട്. നോക്കൗട്ട് എന്ന് പറയുന്ന ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാ? നോക്കൗട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതാ? ബോക്സിംഗ്. ഏതാണ്? ബോക്സിംഗ്. ഓക്കെ, അടുത്ത സിക്സ് നോക്കിക്കേ, ഗൂഗ്ലി. ഇത് കേട്ടാണോ അല്ലേ? ഗൂഗ്ലി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഏതൊരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഈ ടേമാണ് ഗൂഗ്ലി എന്ന് പറയുന്നത്. അത് ഏതാണ്? ഏതാ? ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട വേർഡാണ് ഗൂഗ്ലി.
ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് ഇത് ഗൂഗിൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ 7 കോർണർ കിക്ക്. കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ കേട്ട് കാണാൻ ഇടയുണ്ട്. കോർണർ കിക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഫുട്ബോൾ അല്ലേ? ഇതാണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ടേം ആണ് നമ്മുടെ കോർണർ കിക്ക്, ഫുട്ബോൾ. ഓക്കെ, അടുത്ത നോക്കിക്കേ പന്ത്. പന്ത് എന്ന് പറയുന്ന വേർഡ് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാ? പന്ത് ഹോഴ്സ് റേസിംഗ് അല്ലേ? കുതിരയോട്ടം നമ്മൾ പറയത്തില്ലേ? ഹോഴ്സ് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹോഴ്സ് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പന്ത് എന്ന് പറയുന്ന ടേം. അടുത്ത 9 നോക്കിക്കേ ചുക്കർ. ചുക്കർ എന്ന് പറയുന്ന ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാ? ഏതാ? പോളോ. ഏതാണ്? പോളോ. POLO. പോളോ എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചുക്കർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത 10 നോക്കിക്കേ ക്ലീൻ ആൻഡ് ജെർക്ക്. ക്ലീൻ ആൻഡ് ജെർക്ക് എന്ന് പറയുന്ന ആ ഒരു ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാ? നിങ്ങൾക്ക് അറിയാമോ? ഏതാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ് നമ്മൾ പറയില്ലേ? ഭാരോദ്വഹനം നമ്മൾ പറയത്തില്ലേ? ഏതാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ്. WEIGHT വെയിറ്റ് ലിഫ്റ്റിംഗ്. LIFTING. വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട വേർഡാണ് എന്ത്? ക്ലീൻ ആൻഡ് ജെർക്ക്. നമ്മൾ 10 ടേം പഠിച്ചു അല്ലേ? ആ ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗെയിമിന്റെ പേര് നമ്മൾ സ്റ്റഡി ചെയ്തു. ഫസ്റ്റ് ഏതായിരുന്നു? ബുൾസൈ. ബുൾസൈ എന്ന് പറഞ്ഞാൽ ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർച്ചറി, അമ്പെയ്ത്ത് അല്ലേ? സെക്കൻഡ് ഏതാണ്? സ്മാഷ്. സ്മാഷ് എന്ന് പറഞ്ഞ ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാ? ബാഡ്മിന്റൺ. അടുത്ത പിച്ച് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാ? ബേസ്ബോൾ. അടുത്തത് ചെക്ക്മേറ്റ്. ചെക്ക്മേറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ചെസ് കളിയുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് ചെക്ക്മേറ്റ്. അടുത്ത നോക്കൗട്ട്. നോക്കൗട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ബോക്സിംഗ്. 6 ഗൂഗ്ലി. ഗൂഗ്ലിയോ? ക്രിക്കറ്റ്. 7 ഏതായിരുന്നു? കോർണർ കിക്ക്. കോർണർ കിക്ക് എന്ന് വെച്ചാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ടേമായിരുന്നു കോർണർ കിക്ക്. പിന്നെ പന്ത്. പന്ത് എന്ന് വെച്ചാൽ എന്താണ്? ഹോഴ്സ് റേസിംഗ് അല്ലേ? കുതിരയോട്ടവുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് പന്ത്. 9 ചുക്കർ. ചുക്കർ മീൻസ് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ്? പോളോ എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് ചുക്കർ. പിന്നെ ക്ലീൻ ആൻഡ് ജെർക്ക്. ക്ലീൻ ആൻഡ് ജെർക്ക് ഏത് വേർഡുമായിട്ട് ബന്ധപ്പെട്ടതാ? വെയിറ്റ് ലിഫ്റ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആ ചാപ്റ്ററിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നു. നോക്കിക്കേ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഗെയിം ആൻഡ് അസോസിയേറ്റഡ് ടേം ആഫ്റ്റർ റീഡിംഗ് ദ ഡിസ്ക്രിപ്ഷൻ. അതായത് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് അത് ഏത് ഗെയിം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡ് ടേം നമ്മൾ പറയണം. എന്താ ടീച്ചർ പറഞ്ഞത്? നമുക്ക് കുറച്ച് ഡിസ്ക്രിപ്ഷനും പിക്ചറും തന്നിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് പിക്ചർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെയിം ഓഫ് ദ ഗെയിം, അത് ഏത് ഗെയിമാണെന്ന് നമ്മൾ ഗെയിമിന്റെ പേര് എഴുതണം. ആ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കേ. When the score in a game is 40-40 or both players have won 3 points each. ഇപ്പൊ എന്താണ്? അതായത് സ്കോർ, ആ ഗെയിമിന്റെ സ്കോർ 40-40 ആവണം. അല്ലെങ്കിൽ ആ 2 പ്ലെയേഴ്സ് എന്ത് ചെയ്യണം? 3 പോയിന്റ് വീതം നേടണം. ഇത് ഏത് ഗെയിമിലാ ഈ ഒരു കാര്യം പറയുന്നത്? ഏത് ഗെയിമിലായിരിക്കും? നെയിം ഓഫ് ദ ഗെയിം നമ്മൾ എന്തെഴുതും? എന്തെഴുതാൻ നമുക്ക്? ടെന്നീസ്. ഏത് കളിയിലാണ് അങ്ങനെ പറയുന്നത്? ടെന്നീസിലാണ് അല്ലേ? 2 പ്ലെയറും 40-40 അല്ലേ സ്കോർ ചെയ്യണം. അല്ലെങ്കിൽ 3 പോയിന്റ്, 2 പ്ലെയറും 3 പോയിന്റ് നേടണം എന്ന് പറയുന്ന ഗെയിം ഏതാ? ടെന്നീസ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട, ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം നമ്മൾ പറയണം. എന്ത് പറയാം നമുക്ക്? ഡ്യൂസ്. ഏതാണ്? ഡ്യൂസ് എന്ന് പറയാം. DEUCE. ഡ്യൂസ് എന്ന് പറയാം. DEUCE. ഡ്യൂസ് എന്ന് പറയാം അല്ലേ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? When the score is game is 40-40 or both players have won 3 points each. അതായത് ഒന്നുകിൽ 2 കളിക്കാർക്ക് 40-40 അത് കിട്ടണം അല്ലേ? സ്കോർ കിട്ടണം. അല്ലെങ്കിൽ 2 പ്ലെയേഴ്സ് എന്ത് ചെയ്യണം? 3 പോയിന്റ് വീതം നേടണം. ഏതാണ് ആ ഗെയിം? ടെന്നീസ്. ഏതാണ് ആ ടേം? ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ടേം ഏതാ? ഡ്യൂസ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കേ. പ്രൊനൗൺസ്ഡ് ബൈ ദ അമ്പയർ to be out through blocking the ball with the leg rather than the bat. അപ്പോൾ ബാറ്റ് കൊണ്ടല്ലാതെ ലെഗ് കൊണ്ട്
ആ കളിക്കാരൻ അല്ലേ ബോളിനെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ബാറ്റ് കൊണ്ട് ആ ബോൾ അടിക്കാതെ ലെഗ് കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അമ്പയർ ഔട്ട് എന്ന് വിളിച്ചു പറയും. അപ്പൊ അത് ഏത് കളിയിലാണ് അങ്ങനെ പറയുന്നത്? ഏത് കളിയിലാണ്? നിങ്ങൾക്കറിയാം, നമ്മൾ പറയില്ലേ ബാറ്റ് കൊണ്ട് നമ്മൾ അടിക്കാതെ കാലിൽ വന്ന പന്ത് തട്ടിയങ്ങ് പോകും, അതായത് ആ കളിക്കാരൻ കാല് കൊണ്ട് ആ പന്തിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അമ്പയർ എന്ത് വിളിച്ചു പറയും? ഔട്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയും. അത് ഏത് ഗെയിമിലും അമ്പയർ അങ്ങനെ പറയുന്നത്? ഏത് ഗെയിമിലാ? ക്രിക്കറ്റ്. ക്രിക്കറ്റിലാണ് അങ്ങനെ പറയുന്നത്. CRICKET, ക്രിക്കറ്റ്. ഇനി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം നമ്മൾ പറയാം. ഏത് പറയാം? ലെഗ് ബിഫോർ വിക്കറ്റ്. എന്താണ് പറയുന്നത്? ലെഗ് ബിഫോർ വിക്കറ്റ്. ലെഗ് ബിഫോർ വിക്കറ്റ്. WICKET. ഇതാണ് ലെഗ് ബിഫോർ വിക്കറ്റ്. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഏതായിരുന്നു? പ്രൊനൗൺസ്ഡ് ബൈ ദ അമ്പയർ ടു ബി ഔട്ട് ത്രൂ ബ്ലോക്കിംഗ് ദ ബാൾ വിത്ത് ദ ലെഗ് റാദർ ദാൻ ദ ബാറ്റ്. ബാറ്റ് കൊണ്ടല്ലാതെ നമ്മൾ ലെഗ് കൊണ്ട് ആ ബോളിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അമ്പയർ ഔട്ട് എന്ന് വിളിച്ച് പറയുന്ന ഗെയിം ഏതായിരുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട ലെഗ് ബിഫോർ വിക്കറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. It is a stand used to support a stationary ball so that the player can strike it. അപ്പോൾ എന്താണ്? ഒരു സപ്പോർട്ടിലാണ് ആ ഒരു ബോൾ വെക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്ലെയർ ആ ബോളിനെ അതിൽ വെച്ച് തന്നെ അടിക്കുന്നു അല്ലേ? അങ്ങനെ നടത്തുന്നത് ഏത് കളിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ഓഫ് ദ ഗെയിം നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്, അസോസിയേറ്റഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ടേം നമ്മൾ എഴുതണം. എന്താണ് ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് എ സ്റ്റാൻഡ് യൂസ്ഡ് ടു സപ്പോർട്ട് എ സ്റ്റേഷനറി ബോൾ സോ ദാറ്റ് ദ പ്ലെയർ ക്യാൻ സ്ട്രൈക്ക് ഇറ്റ്. അപ്പോൾ പ്ലെയറിന് അടിക്കത്തക്ക രീതിയിൽ ഒരു സ്റ്റാൻഡിലാണ് ഈ ഒരു ബോൾ വെച്ചു കൊടുക്കുന്നത്. അത് ഏത് ഗെയിമാ? ഗെയിമിന്റെ പേരെന്താണ്? ഗോൾ. എന്താണ്? ഗോൾ. GOLF. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം നമ്മൾ പറയണം. എന്താണ്? ടീ എന്ന് പറയാം. എന്താണ്? ടീ. തേർഡ് നമ്മുടെ കളിയുടെ പേര്, ഗെയിമിന്റെ പേര് ഗോൾഫ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ടേം ഏതാ? ടീ. Then no question. It is a stand used to support a stationary ball so that the player can strike it. എന്താണ്? ഒരു സ്റ്റാൻഡിലാണ് ഈ ബോളിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്. എന്താണ്? ആ ഒരു പ്ലെയറിന് അടിക്കത്തക്ക രീതിയിൽ ഒരു സ്റ്റാൻഡിൽ ആ ബോളിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഒരു ഗെയിമിന്റെ പേരെന്താണ്? എന്തായിരുന്നു? ഗോൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ടേം ടീ. Okay, fourth question നോക്കിക്കേ. An unopposed attempt to score point from the restricted area on the. അതായത് നമ്മുടെ ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക്, നമ്മൾ ആ കോർട്ടിലെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ ആ ഒരു അറ്റംപ്റ്റിൽ നമുക്ക് സ്കോർ കിട്ടുന്നു അല്ലേ? സ്കോർ പോയിന്റ് കിട്ടുന്ന ആ ഒരു ഗെയിം ഏതാണ്? ബാസ്കറ്റ് ബോൾ. ഏതാണ്? ബാസ്കറ്റ് ബോൾ ആണ് ആ ഗെയിം. BASKET, ബാസ്കറ്റ് ബോൾ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം നമുക്ക് എന്ത് എഴുതാം? ഫ്രീ ത്രോ. ഏതാണ്? ഫ്രീ ത്രോ. ബാസ്കറ്റ്ബോൾ ഫ്രീ ത്രോ. FREETHROW. ഫ്രീ ത്രോ. ഓക്കെ, എന്താ ടീച്ചർ പറഞ്ഞത്? an unopposed attempt to score point from the restricted area on the court. ആ കോർട്ടിലെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ നമുക്ക് സ്കോർ പോയിന്റ് കിട്ടുന്നു. ആ ഗെയിം ഏതാ? ബാസ്കറ്റ് ബോൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ടേം ഏതാ? ഫ്രീ ത്രോ. Okay, is awarded if the ball is unintentionally hit across the end line by a defender or goalie. അതായത് ഒരു ഗോളിയെ ആ ഒരു ബോൾ നമ്മൾ കടത്തി വിടുവാണെങ്കിൽ, ആ ഒരു ബോൾ അവരെ രണ്ടുപേരെയും കടന്നിട്ട് ഒന്നുകിൽ ഡിഫൻഡറെ ഗോളിയെ കടന്നിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് സ്കോർ കിട്ടും. അത് ഏത് കളിയില്ല? ഹോക്കി. ഏത് കളിയില്ല? ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാ? ഹോക്കി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം നോക്കിക്കേ. ലോങ് കോർണർ. എന്താണ്? ലോങ് കോർണർ. CORNER. ലോങ് കോർണർ. അപ്പൊ എന്താണ്? ഹോക്കിയിലാണ് നമ്മൾ ഗോളി അല്ലെങ്കിൽ ഡിഫൻഡറിനെയോ മറികടന്നിട്ട് നമ്മൾ പന്ത് വിടുവാണെങ്കിൽ നമുക്ക് എന്താണ്? അവാർഡ് കിട്ടുന്നതാണ് പറയുന്നത്. എന്ത് മാർക്ക് അല്ലെങ്കിൽ അതിന് നമുക്ക് സ്കോർ കിട്ടും. അത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാ? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ആണ് അത്. അതുമായിട്ട് ബന്ധപ്പെട്ട ടൈം ഏതാ? ലോങ് കോർണർ. നമ്മൾ ആദ്യം പറഞ്ഞത് ടെന്നീസ്. ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ഏതാ? ഡ്യൂസ്. അടുത്ത് നമ്മൾ പറയുന്നത് ക്രിക്കറ്റ്. ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ലെഗ് ബിഫോർ വിക്കറ്റ്. അടുത്തത് ഏതാണ്? ഗോൾഫ്. ഗോൾഫുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് ഉള്ള ടൈം ഏതാ?
team. അടുത്തത് an unopposed attempted to score point from the restricted area on the court. അത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേം ഏതാണ്? ഫ്രീ ത്രോ. നെക്സ്റ്റ് എന്തായിരുന്നു? ഹോക്കി. ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലോങ് കോർണർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അടുത്ത നമ്മുടെ 19 ചാപ്റ്റർ നോക്കിക്കേ. ഇതെല്ലാം ഏകദേശം അല്ലേ സ്പോർട്സുമായിട്ടും സ്പോർട്സ് പേഴ്സണാലിറ്റി ഒക്കെ ഇതൊക്കെ ഏകദേശം റിലേറ്റഡ് ചാപ്റ്റർ ആണ് അല്ലേ, റിലേറ്റഡ് ടോപ്പിക് ഇതിൽ പറയുന്നത്. കാരണം സ്പോർട്സ് അതിന്റെ യൂസ് ചെയ്യുന്ന ടേംസ്. ഇനി അടുത്ത് നമ്മുടെ ചാപ്റ്റർ നോക്കിയ പ്ലെയേഴ്സ് ഇൻ എ ടീം. ഒരു ടീമിലുള്ള പ്ലെയേഴ്സിന്റെ എണ്ണം, അതായത് ഒരു കളിയിൽ ഇപ്പൊ നമ്മൾ ഫുട്ബോൾ എടുക്കുകയാണെങ്കിൽ അത് എത്ര പ്ലെയേഴ്സ് കാണും, അതായത് ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് എത്ര പ്ലെയേഴ്സ് കാണും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് അത് 19 ചാപ്റ്റർ. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? പ്ലെയേഴ്സ് ഇൻ എ ടീം. ഒരു ടീമിലുള്ള കളിക്കാരുടെ എണ്ണമാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കളി നോക്കിക്കേ, ബേസ്ബോൾ. ബേസ്ബോളില് നമ്പർ ഓഫ് പ്ലെയേഴ്സ് എത്രയാണ്? 9. ബേസ്ബോളില് എത്ര ആൾക്കാർ കാണും? ആ ടീമിൽ 9 പ്ലെയേഴ്സ് കാണും. ബേസ്ബോളിന്റെ ആ ടീമില് എത്ര ആൾക്കാർ കാണും? 9 പ്ലെയേഴ്സ് കാണും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ക്രിക്കറ്റ്. ക്രിക്കറ്റിന്റെ ആ ടീമില് എത്ര പ്ലെയേഴ്സ് കാണും? 11 ആൾക്കാരാണ് അല്ലെ, 11 പ്ലെയേഴ്സ് ആയിരിക്കും ക്രിക്കറ്റിന്റെ ഒരു ടീമില് കാണുക. അടുത്തത് ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോളിൽ എത്ര കാണും? 5 അല്ലേ, 5 പ്ലെയർ കാണും ഒരു ടീമില്. ഏതാണ്? ബാസ്കറ്റ്ബോളിന്റെ ഒരു ടീമില് 5 പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും. അടുത്ത റഗ്ബി ഫുട്ബോൾ. റഗ്ബി ഫുട്ബോളിൽ എത്രയാണ്? 15, അതായത് എത്ര? 15 പ്ലെയേഴ്സ് കാണും ഒരു ടീമിൽ. ഏതിലാണ്? റഗ്ബി ഫുട്ബോൾ. അടുത്ത കബഡി. കബഡിയിൽ എത്ര ആൾക്കാരാണ് ഒരു ടീമിൽ? 7. എത്ര? 7 പ്ലെയേഴ്സ് കാണും ഒരു കബഡി ടീമിൽ. എത്ര പ്ലെയേഴ്സ് കാണും? 7 പ്ലെയേഴ്സ് കാണും. അടുത്ത നോക്കിയേ, പോളോ. പോളോ കളിയിൽ എത്ര പ്ലെയേഴ്സ് കാണും ഒരു ടീമിൽ? 4. എത്ര പേരുണ്ടാവും? 4 പേരുണ്ടാവും. അടുത്ത 7 നോക്കിക്കേ, വോളിബോൾ. ഒരു വോളിബോൾ ടീമിൽ എത്ര പ്ലെയേഴ്സ് ആണ്? 6. 6 പ്ലെയേഴ്സ് ആണ് ഒരു വോളിബോൾ ടീമിൽ. അടുത്ത ഹോക്കി. ഒരു ഹോക്കി ടീമിൽ എത്ര പ്ലെയേഴ്സാ? 11 അല്ലേ, 11 പ്ലെയേഴ്സ് ആണ് ഒരു ഹോക്കി ടീമിൽ. അടുത്ത ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസിൽ എത്ര പേരാണ്? 2 പേരെ കാണും അല്ലേ. ടേബിൾ ടെന്നീസിൽ എത്ര പേരാണ്? 2 പേര്. അടുത്ത ഫുട്ബോൾ. ഒരു ഫുട്ബോൾ ടീമിൽ എത്ര പ്ലെയേഴ്സ് ആണ്? 11, 11 പ്ലെയേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബേസ്ബോളിൽ എത്ര പ്ലെയേഴ്സാ? 9 പ്ലെയേഴ്സ്. ക്രിക്കറ്റിലോ 11, ബാസ്കറ്റ്ബോളില് 5, റഗ്ബി ഫുട്ബോളില് 15, പിന്നെ കബഡി 7, പോളോ 4, വോളിബോൾ 6, ഹോക്കി 11, ടേബിൾ ടെന്നീസ് 2, ഫുട്ബോൾ 11. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? നമ്മൾ ഇന്ന് GK പഠിപ്പിച്ചെല്ലാം മനസ്സിലായോ? നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു? ആദ്യം നമ്മളൊരു ക്വിസ് പഠിച്ചു അല്ലേ, പിന്നെ എത്രയാണ്? 18 ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ടേംസ്, അതായത് ഓരോ ടേംസ് വന്നിട്ട് അത് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ പ്ലെയേഴ്സ് ഇൻ എ ടീം, ഒരു ഗെയിമിലെ പ്ലെയേഴ്സിലുള്ള ആളുകളുടെ എണ്ണം, എത്ര പ്ലെയേഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്തു. ഇന്ന് പഠിപ്പിച്ച് ഇത്ര മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ ഇന്ന് പഠിപ്പിച്ചതിൻ്റെ എല്ലാ നോട്ട്സ് നിങ്ങൾ എഴുതി ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് സയൻസ് സ്റ്റഡി ചെയ്താലോ? നോക്കാം. നമ്മൾ ഏത് ചാപ്റ്ററാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ 7, ദ ലിവിങ് ആൻഡ് ദ നോൺ ലിവിങ് അല്ലേ, ജീവനുള്ളവയും ജീവനില്ലാത്തവയും. നോൺ ലിവിങ്, ലിവിങ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അതിൽ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യുന്നത്? ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിനെയും കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. ലിവിങ് തിങ്സിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കോശങ്ങൾ അല്ലേ. ജീവനുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ ജീവനുള്ള ഓർഗാനിസത്തിന്റെ എല്ലാം അടിസ്ഥാനം എന്താ? കോശങ്ങളാണ്. അതുപോലെ നോൺ ലിവിങ് എന്താ? തന്മാത്ര, മോളിക്യൂൾസ് അല്ലേ. എന്താണ്? ലിവിങ് തിങ്സിൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിലും നമ്മുടെ ലിവിങ് തിങ്സിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കോശം. ഒരു ജീവി എന്താണ്? കോശത്താൽ നിർമ്മിതമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ജീവികൾ എന്താണ്? കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ നമ്മൾ എന്താണ് സെല്ലെന്ന് നോക്കിയില്ലേ. അതുപോലെ നമ്മൾ പിന്നെ എന്താ സ്റ്റഡി ചെയ്തത്? ഈ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമ്മുടെ ഡിഫറൻസ് നമ്മൾ അതിൽ നിന്ന് തന്നെ പഠിച്ചു പോയി. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു? ലിവിങ് ബീയിങ്സ് ആർ മെയ്ഡ് ഓഫ് സെൽ. നമ്മൾ പറഞ്ഞു അല്ലേ, ജീവനുള്ള വസ്തുക്കളെല്ലാം തന്നെ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. കോശം എല്ലാം തന്നെ എന്താണ്? അതിന്റെ ഫങ്ഷൻസ് ആയാലും കോശമെല്ലാം സെൽസ് എല്ലാം ഡിഫറെന്റ് പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും പല പ്രവർത്തനങ്ങളാണ് അല്ലേ.
രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്താ പറഞ്ഞത്? ഓർഗനൈസേഷൻ ഇൻ ലിവിങ് ബീയിങ്സ്. അതായത് ലിവിങ് ബീയിങ്സിന് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു ഘടന ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ടിഷ്യൂ എന്താണെന്ന് പഠിച്ചാൽ എന്തായിരുന്നു ടിഷ്യൂ? ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ആർ സിമിലർ ആൻഡ് പെർഫോം എ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആർ കാൾഡ് ടിഷ്യൂസ്. ഇല്ലേ? എന്താണ് ഗ്രൂപ്പ് ഓഫ് സെൽസ്? സെല്ലിന്റെ ഒരു കൂട്ടം. എന്താണ്? സിമിലർ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന സെല്ലിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് വിളിച്ചത്. ഇല്ലേ? അതുപോലെ നമ്മൾ പിന്നെ എന്ത് പഠിച്ചു? ഒരു ഓർഗൻ, അല്ലെ? ഒരു അവയവം എന്താ നമ്മൾ സ്റ്റഡി ചെയ്തു. എന്തായിരുന്നു അവയവം? എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് വിച്ച് വർക്ക് ടുഗദർ ടു പെർഫോം വൺ ഓർ മോർ ഫങ്ഷൻസ് ഈസ് കാൾഡ് ആൻ ഓർഗൻ. ഇല്ലേ? ഒന്നോ അതിലധികമോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു ടിഷ്യൂസിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഒരു അവയവം അല്ലെങ്കിൽ ഒരു ഓർഗൻ എന്ന് വിളിച്ചത്. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ അവയവങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അല്ലേ? നമ്മുടെ ബോഡിയിലുള്ള ഹാർട്ട് ആയാലും ഐ ആയാലും ഹാൻഡ് ആയാലും ഒക്കെ എന്താണ് ഓരോ അവയവങ്ങളാണ്. അപ്പൊ നമ്മളെ ബോഡിയിലുള്ള അല്ലെങ്കിൽ ഓരോ അവയവങ്ങൾ ചേർന്നിട്ട് ഒരു ഓർഗൻ സിസ്റ്റം, ഒരു അവയവ ഘടന ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അത് നമ്മൾ എക്സാമ്പിൾ എന്താ പറയുക? എന്തായിരുന്നു ഓർഗൻ സിസ്റ്റം? എന്തായിരുന്നു? എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് വിച്ച് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ടു പെർഫോം എ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഈസ് കാൾഡ് ആൻ ഓർഗൻ സിസ്റ്റം. അല്ലെ? എന്താണ്? ഒരു പ്രത്യേക പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവർത്തനം നടത്താൻ അല്ലേ പരസ്പരം സഹകരിക്കുന്ന ഒരു കൂട്ടം അവയവങ്ങളെയാണ് നമ്മൾ എന്താണ് അവയവ ഘടന, ഓർഗൻ സിസ്റ്റം എന്ന് വിളിച്ചത്. നമ്മൾ എക്സാമ്പിൾ എന്ത് പറഞ്ഞായിരുന്നു? അല്ലേ? ഡൈജസ്റ്റേഷൻ സിസ്റ്റം നമ്മൾ പഠിച്ചു. ഇല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ നോക്കിയാൽ ദഹന വ്യവസ്ഥ, അതായത് നമ്മുടെ സ്റ്റൊമക്കും മൗത്തും ലിവറും എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ഒരു നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്തോ പഠിച്ചത്? ലിവിങ് ബീയിങ്സ് ഗ്രോ. നമ്മൾ പറഞ്ഞില്ലേ ജീവനുള്ള വസ്തുക്കളെല്ലാം എന്താ വളരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നോൺ ലിവിങ് തിങ്സും വളരുന്നു, പക്ഷെ അതെന്താണ്? അത് പുറമേ ഞാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ ഈ ഒരു നോൺ ലിവിങ് തിങ്സ് വളരുന്നുള്ളൂ, അല്ല ലിവിങ് തിങ്സ് നാച്ചുറലി വളരുന്നുണ്ട്. അടുത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? ലിവിങ് ബീയിങ്സ് ഫോളോ എ ലൈഫ് സൈക്കിൾ. ഇല്ലേ? ജീവനുള്ള വസ്തുക്കളെല്ലാം എന്താണ് ഒരു ജീവിത ചക്രം പിന്തുടരുന്നുണ്ട്. ഒരു ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ലിവിങ് ബീയിങ്സ്, ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു? ആൾ ഓർഗാനിസം ഫോളോ എ ലൈഫ് സൈക്കിൾ ഓഫ് ബർത്ത്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഏജിങ് ആൻഡ് ഡെത്ത്. ഇല്ലേ? എന്താണ് ഈ നമ്മൾ ജീവനുള്ള വസ്തുക്കളെല്ലാം ഫോളോ ചെയ്യുന്ന ആ ഒരു ലൈഫ് സൈക്കിൾ ഏതാണ്? ബർത്ത്, നമ്മൾ ജനിക്കുന്നു. അല്ലേ? പിന്നെന്താ? ഗ്രോത്ത്, വളരുന്നു. റീപ്രൊഡക്ഷൻ, അല്ലേ? പുനരുത്പാദനം നടത്തുന്നു. അതുപോലെ ഏജിങ്, വയസ്സാവുന്നു. പിന്നെ ഡെത്ത്, മരണമാണ്. അപ്പൊ ഈ ഒരു ലൈഫ് സൈക്കിളാണ് എല്ലാ ലിവിങ് ഓർഗാനിസവും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൈഫ് സ്പാൻ എന്താണ് പഠിച്ചത്? എന്താണ് ലൈഫ് സ്പാൻ? ടൈം ഫോർ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ഓർ ദ ടൈം ബിറ്റ്വീൻ ഇറ്റ്സ് ബർത്ത് ആൻഡ് ഡെത്ത് ഈസ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. എന്താണ് ആ ഒരു ജീവി ജനിക്കുന്ന ആ ഒരു സമയം, അത് ആ ഒരു അതിന്റെ ഒരു ജീവിതം പോകുന്ന സമയം, ഇല്ലേ? ആ ഒരു അത് ജീവിക്കുന്ന ആ ഒരു സമയം, പിന്നെ അതിന്റെ ഒരു മരണം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഓരോ ജീവിയുടെ ലൈഫ് സ്പാൻ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ എത്ര വർഷമാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കിക്കേ? ലിവിങ് ബീയിങ്സ് റീപ്രൊഡ്യൂസ്. ഇവിടെ തൊട്ടല്ലേ നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാനുള്ളത്? എന്താണ്? ലിവിങ് ബീയിങ് റീപ്രൊഡ്യൂസ്. അതായത് ജീവനുള്ള വസ്തുക്കളെല്ലാം തന്നെ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു? പുനർനിർമ്മിക്കുന്നു, അല്ലെങ്കിൽ പുനരുത്പാദനം നടത്തുന്നു. അപ്പൊ ലിവിങ് ബീയിങ്സ് റീപ്രൊഡ്യൂസ്. നമുക്ക് നോക്കാം. ടെസ്റ്റിലെ പേജ് നമ്പർ 62 എടുത്തോ എല്ലാവരും? നോക്കിയാലോ? ശ്രദ്ധിച്ചേ. An essential part of the life cycle of a living organism is reproduction. അപ്പൊ എന്താണ്? ഒരു ജീവിയുടെ ആ ഒരു ജീവിത ചക്രത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ എന്താണ്? പ്രത്യുൽപാദനം, റീപ്രൊഡക്ഷൻ ആണ്. എന്താണ്? റീപ്രൊഡക്ഷൻ. എന്താ ടീച്ചർ പറഞ്ഞതാണ്? എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ലിവിങ് ഓർഗാനിസം ഈസ് റീപ്രൊഡക്ഷൻ. അതായത് ഒരു ജീവിയുടെ ആ ഒരു ലൈഫ് സൈക്കിളിലെ ജീവിത ചക്രത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ എന്താണ്? റീപ്രൊഡക്ഷൻ ആണ്, പുനരുത്പാദനം അല്ലെങ്കിൽ പ്രത്യുൽപാദനം ആണ്. All organisms reproduce or produce their own kind. ഇപ്പൊ എന്താണ്? എല്ലാ ഓർഗാനിസമിലെ ജീവനുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? അവരുടേതായ ഒരു രീതിയിൽ റീപ്രൊഡ്യൂസ് നടത്തുന്നുണ്ട്. Most of the plants we see around us reproduce by producing seeds. അപ്പൊ നമ്മുടെ ചുറ്റും നോക്കാമെങ്കിൽ മിക്ക പ്ലാന്റ്സ് എന്താണ്? അതിന്റെ സീഡിൽ നിന്ന്, വിത്തിൽ നിന്നാണ് പുതിയൊരു ചെടിയെ രൂപം കൊള്ളുന്നത്. ഇല്ലേ? അതിന്റെ വിത്തിൽ നിന്നാണ് പുതിയൊരു ചെടി രൂപം കൊള്ളുന്നത്. പ്രത്യുൽപാദനം നടത്തുന്നത് വിത്ത് വഴിയാണ്. In some
the root or stem or leaf give rise to a new plant. ചില പ്ലാന്റിൽ എന്താണ് അതിന്റെ വേരിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ തണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇലയിൽ നിന്നായിരിക്കും പുതിയൊരു പ്ലാന്റ് വളർന്നു വരുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് ഒന്നുകിൽ സ്റ്റെമ്മിൽ നിന്ന്, അല്ലെങ്കിൽ റൂട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ലീഫിൽ നിന്നായിരിക്കും പുതിയൊരു സസ്യം വളർന്നു വരുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അല്ലേ, പ്ലാന്റ്സിന് എന്താണ് ഒരു സീഡിൽ നിന്നായിരിക്കും, അതിന്റെ വിത്തിൽ നിന്നാണ് പുതിയൊരു പ്ലാന്റ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ എന്താണ് അതിന്റെ ചില പ്ലാന്റിന്റെ തണ്ടിൽ നിന്നും വേരിൽ നിന്നും ലീഫിൽ നിന്നും ഒക്കെ എന്താ പുതിയ പ്ലാന്റ്സുകൾ രൂപം കൊള്ളുന്നുണ്ട്. Some animals, man, cat, dog, horse, cow, etc. produce young ones which are like a small copies of themselves. എന്താണ് നമ്മുടെ മാൻ ആയാലും ഡോഗ് ആയാലും കാറ്റ് ആയാലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അവരിൽ നിന്ന് റീപ്രൊഡ്യൂസ് അതായത് പുതിയൊരു ബേബി വരുന്നുണ്ട്. And some fish, insect, frogs, lizard, birds, etc. reproduce by laying eggs. ഇപ്പൊ ഫിഷും അതുപോലെ തന്നെ കുറച്ച് ഇൻസെക്റ്റിലെ പ്രാണികളും പിന്നെ ഫ്രോഗ്സ്, ലിസാർഡ്, ബേഡ്സ് ഇതെല്ലാം എന്താ ചെയ്യുന്നത്, മുട്ട ഇട്ടുകൊണ്ടാണ്. ആ മുട്ടയിൽ നിന്നാണ് പുതിയൊരു അതിന്റെ കുഞ്ഞുങ്ങൾ പുതിയൊരു റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എന്തുവഴിയാണ്? മുട്ടയിൽ നിന്നാണ്, എഗ്ഗിൽ നിന്നാണ്. അപ്പം സസ്യങ്ങളാവാം അതിന്റെ സീഡിൽ നിന്ന് പുതിയ പ്ലാന്റ് വരുന്നു, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെമ്മിൽ നിന്ന് വരുന്നു, അതിന്റെ റൂട്ടിൽ നിന്ന് വരുന്നു, അതിന്റെ ലീഫിൽ നിന്നൊക്കെ പുതിയ സസ്യ പ്ലാന്റ് വളർന്നു വരുന്നുണ്ട്. ഇപ്പൊ ലിസാർഡ്, എഗ്ഗ്, കുറച്ച് ഇൻസെക്ട് അല്ലെങ്കിൽ ബേർഡ്, ഫിഷ് ഇതൊക്കെ എന്താണ് മുട്ട അല്ലെ, മുട്ടയിൽ നിന്നാണ് അതിന്റെ പുതിയൊരു റീപ്രൊഡക്ഷൻ നടക്കുന്നത് മുട്ടയിൽ നിന്നായിരിക്കും. ഇതൊക്കെയാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ലിവിങ് ബീയിങ്സ് റീപ്രൊഡ്യൂസ്, എല്ലാ ജീവനുള്ള വസ്തുക്കളും എന്ത് ചെയ്യുന്നു, പുനരുൽപാദനം നടത്തുന്നത്. ഇപ്പൊ നമ്മള് ഏതാണ് നമ്മുടെ മേരി ഗോൾഡ് എന്ന് പറയുന്നത്, നമുക്ക് വീട്ടില് പല പേരിൽ പറയുന്നത്, സൂര്യാന്തി, കൊങ്ങിണി, ജമന്തി എന്നൊക്കെ നമ്മൾ പല പേരിൽ തന്നെ വിളിക്കുന്നുണ്ട്. പലയിടത്ത് പല രീതിയിലാണ് അതിനെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലവർ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണ്. അപ്പൊ ആ ഫ്ലവർ എടുത്ത് നോക്കാമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലാണ് പിക്ചർ ഉണ്ട്. അതിന്റെ ആ ഒരു താഴത്തെ ആ പൂ കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു താഴത്തെ വരുന്ന ഒരു കറുത്ത അതാണ് വിത്ത് എന്ന് പറയുന്നത്. അത് ഉണങ്ങുമ്പോഴാണ് നമ്മൾ അത് നട്ടിട്ട് പുതിയ ചെടി അതിൽ നിന്ന് വരുന്നത്. അതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, നമുക്കൊരു എക്സാമ്പിൾ 3 പിക്ചർ തന്നിരിക്കുന്നുണ്ടോ. ഒരു പൊട്ടറ്റോ, ഒനിയൻ, ലീഫ്. അതായത് പൊട്ടറ്റോ നമ്മൾ നോക്കാമെങ്കിൽ അതിൽ നിന്ന് തന്നെ പുതിയ മുകളങ്ങൾ വന്ന് അല്ലേ പുതിയ ചെടി വളർന്നു വരുന്നു. ഒനിയനും കണ്ടോ, അതിൽ നിന്ന് തന്നെ മുകളിലോട്ട് ലീഫ് വരുന്നുണ്ടോ. പിന്നെ മൂന്നാമത്തെ പിക്ചർ കണ്ടോ, അത് ബയോഫില്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ ഇലയിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ വളർന്നു വരുന്നത്. കണ്ടോ, നമ്മുടെ ടെക്സ്റ്റിൽ പിക്ചർ കണ്ടോ, അതിന്റെ ഇലയിൽ നിന്ന് പുതിയ പ്ലാന്റ് വളരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ഇലയിൽ നിന്ന് റീപ്രൊഡക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ സ്റ്റെമ്മ്, റൂട്ട്, വേര് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇലയിൽ നിന്ന് നടക്കുന്നുണ്ടോ, ബയോഫില്ലം എന്ന് പറയുന്ന ഒരു പ്ലാന്റിന് അതിന്റെ ഇലയിൽ നിന്നാണ് പുതിയൊരു സസ്യം പ്ലാന്റ് വളർന്നു വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്യാരക്ടേഴ്സ് നമ്മൾ എന്തോ പഠിച്ചത്, ലിവിങ് ബീയിങ് റീപ്രൊഡ്യൂസ് അല്ലെ, എല്ലാ ജീവനുള്ള വസ്തുക്കളും എന്ത് ചെയ്യുന്നു, ജീവജാലങ്ങൾ പുനരുൽപാദനം നടക്കുന്നു. അടുത്ത നോക്കിക്കേ ക്യാരക്ടറിസ്റ്റിക്സ്, ലിവിങ് ബീയിങ്സ് നീഡ് ഫുഡ് അല്ലെ, ജീവജാലങ്ങൾക്ക് എന്ത് വേണം, ഭക്ഷണം ആവശ്യമാണ്. ലിവിങ് ബീയിങ്സ് നീഡ് ഫുഡ്. തുടങ്ങാം നമുക്ക്. നോക്കേ, all living beings need food to get energy to carry out various functions, to grow and maintain the body and to fight disease. എന്താണ് എല്ലാ ജീവജാലങ്ങൾക്കും ഇല്ലേ, ജീവനുള്ള വസ്തുക്കൾക്ക് എന്ത് വേണം, ഫുഡ് വേണം, ആഹാരം വേണം. അവർക്ക് എനർജി, ഊർജ്ജം വേണമെങ്കിൽ അവർ എന്ത് ചെയ്യണം, ആഹാരം കഴിക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എനർജി, ടു ഗ്രോ ആൻഡ് മെയിൻറ്റെയിൻ ദ ബോഡി, നമുക്ക് വളരാനും അല്ലേ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ രോഗങ്ങളോട് നമുക്ക് പോരാട്ടി നിൽക്കാനും ഒക്കെ നമുക്ക് എനർജി ആവശ്യമാണ്. ഈ ഒരു എനർജി എവിടെ കിട്ടുന്നു, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് ഈ ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എനർജി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് കഴിക്കണം. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം, ഫുഡ് വേണം അല്ലെ, ആഹാരം അത്യാവശ്യമാണ്. അവർക്ക് എനർജി വേണം, അവർക്ക് വളരാനും അവർക്ക് എന്താണ് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് രോഗങ്ങളോട് ചേർത്ത് നിൽക്കാനും ഒക്കെ എനർജി വേണം. ഈ എനർജി വേണമെങ്കിൽ അവരെല്ലാം ഫുഡ് കഴിക്കും. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് അത്യാവശ്യമാണ്. They get their food in different ways. അപ്പൊ അവർക്ക് പല രീതിയിലായിരിക്കും ഫുഡ് കിട്ടുന്നത് അല്ലേ, എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യർക്കും പ്ലാന്റിനൊക്കെ ഒരേ രീതിയിലാണ് ഫുഡ് കിട്ടുന്നത് അല്ല, എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഫുഡ് ലഭിക്കുന്നത്. ആനിമൽസ് ആർ കാൾഡ് ഹെറ്ററോട്രോഫ്. എന്താണ് ആനിമൽസിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, ഹെറ്ററോട്രോഫ്. HETROTROPH. നമ്മൾ ഈ ഒരു എന്താണ് ആനിമൽസിനെ നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. ഹെറ്ററോസ് എന്താ, ഹെറ്ററോസ് മീനിങ് എന്താണ്, അതർ ദാൻ സെൽഫ് ഇല്ലേ, സ്വയം അല്ലാതെ, അതർ ദാൻ സെൽഫ്
പിന്നെന്താണ് ട്രോപ്പോസ് എന്ന് വെച്ചാൽ ഫീഡ്. അപ്പം സ്വയമായിട്ടല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ആഹാരം കഴിക്കും. അപ്പൊ നമ്മൾ ആനിമൽസിനെ നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? ബിക്കോസ് ദേ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്. ആനിമൽസ് ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആനിമൽസിനെ എന്ത് വിളിക്കുന്നത്? ഹെറ്ററോട്രോപ്സ്. അപ്പൊ ആനിമൽസ് ആർ കാൾഡ് ഹെറ്ററോട്രോപ്സ്. ആനിമൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കുന്നു. അതിന് കാരണം എന്താണ്? ബിക്കോസ് ദേ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെയാണ് ഈ ഒരു ആനിമൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഗ്രീൻ പ്ലാന്റ്സ് ആർ കാൾഡ് ഓട്ടോട്രോപ്സ്. അപ്പൊ ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ എന്തോ വിളിക്കുന്നത്? ഓട്ടോട്രോപ്സ്. AUTOTROPS. അപ്പൊ നമ്മള് ഗ്രീൻ പ്ലാന്റ്സിനെ അല്ലേ, ഹരിത സസ്യങ്ങളെല്ലാം നമ്മൾ ഓട്ടോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം എന്താ നോക്കിക്കേ, ഈ ഓട്ടോസ് മീനിങ് എന്താ? സെൽഫ്. അപ്പം ഹെറ്ററോസ് മീനിങ് എന്ന് വെച്ചാൽ അതർ ദാൻ സെൽഫ്, സ്വയം അല്ലാതെ. ഓട്ടോസ് മീനിങ് എന്താ? സെൽഫ്, സ്വയമായിട്ട് അല്ലേ. ബിക്കോസ് ദേ മേക്ക് ദെയർ ഓൺ ഫുഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, പ്രകാശ സംശ്ലേഷണം അല്ലേ. അപ്പൊ ആ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ സ്വയം ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നവരാണ് നമ്മുടെ പ്ലാന്റ്സ്. അതിനാണ് നമ്മൾ പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താ ടീച്ചർ പറഞ്ഞത്? ഗ്രീൻ പ്ലാന്റ്സ് ആർ കാൾഡ് ഓട്ടോട്രോപ്സ് ബിക്കോസ് ദേ മേക്ക് ദെയർ ഓൺ ഫുഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഫുഡ് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ അവർ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് ഹരിത സസ്യങ്ങളെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്നും, ആനിമൽസ് ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആനിമൽസിനെ നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്നും വിളിക്കുന്നു. The green pigment in leaves called chlorophyll. ഇപ്പൊ നമ്മുടെ ഇലയിലുള്ള ആ ഒരു ഓരോ ലീഫിലുള്ള ആ ഒരു ഗ്രീൻ പിഗ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്ലോറോഫിൽ. അതുപോലെ വിളിക്കുന്നു. Help plant make food from carbon dioxide and water in the presence of sunlight. അപ്പൊ ഈ ഒരു ക്ലോറോഫിൽ ആണ് നമ്മുടെ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു ക്ലോറോഫിൽ. നമ്മുടെ ലീഫിലുള്ള ആ ഒരു പിഗ്മെന്റ്, ലീഫിൽ കാണുന്ന ആ ഒരു പിഗ്മെന്റിനെയാണ്, ഗ്രീൻ ലീഫിൽ കാണുന്ന ഒരു പിഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രീൻ പിഗ്മെന്റിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് വിളിക്കുന്നത്. ഈ ക്ലോറോഫിൽ ആണ് ഓരോ പ്ലാന്റിനെയും ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എല്ലാം കൂടെ ചേർന്നിട്ടില്ലേ, എല്ലാം കൂടെ ഈ ഒരു ക്ലോറോഫിലും എല്ലാം കൂടെ ചേർന്നാണ് എന്ത് ഫുഡ് രൂപം കൊള്ളുന്നത്. അപ്പം ക്ലോറോഫിലാണ് ഈ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലീവ്സിനെ സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മള് ഇതാണ് എല്ലാ ലീവ്സിനെ, ഹരിത സസ്യങ്ങളെ, ഈ പ്ലാന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഓട്ടോട്രോപ്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്ത് നോക്കിക്കേ, കാർബൺ ഡയോക്സൈഡ് enters the leaves through pores called stomata. അപ്പൊ എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഇലക്കകത്തോട്ട് കടക്കുന്നത്? ചെറിയ സുഷിരങ്ങൾ വഴിയാണ്, ഇലയിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴിയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഇലയ്ക്കുള്ളിലേക്ക് കടക്കുന്നത്. ആ ചെറിയ സുഷിരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. എന്താണ്? സ്റ്റൊമാറ്റ. STOMA. സ്റ്റൊമാറ്റ ആണ് നമ്മുടെ ചെറിയ പോസ്. ആ ചെറിയ സുഷിരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റൊമാറ്റ. നോക്കിക്കേ, if you did the activity of observing the cell in the peel of Lochio leaf, you would have noticed pairs of bean-shaped cells with a pore in the middle. ഇപ്പൊ എന്താണ്? നമ്മൾ നേരത്തെ സെല്ലുകൾ പഠിച്ച സമയത്ത് ലോഹിയോ ലീഫ് നമ്മൾ നിരീക്ഷിച്ചപ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിഞ്ഞത്? ബീൻ ഷേപ്ഡ് സെൽസ് കണ്ടു ഇല്ലേ? ഓരോ ആ ഒരു ഇലയുടെ മിഡിലിൽ നമ്മൾ എന്ത് കണ്ടു? ബീൻ ഷേപ്ഡ് സെല്ല് നമ്മൾ കണ്ടായിരുന്നു. The pores are stomata. ആ ഒരു ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ സ്റ്റൊമാറ്റ, ലീവ്സിലുള്ള ആ ചെറിയ സുഷിരങ്ങളെ നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു. The opening and closing of which is regulated by the bean shaped cells. അതിന്റെ ആ ഓപ്പണിംഗ് ക്ലോസിംഗ് എല്ലാം എന്താണ്? ആ ബീൻ ഷേപ്ഡ് സെൽസ് ആണ്. ഈ ഒരു സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ആൻഡ് എന്താണ് ഒരു ക്ലോസിംഗ് എല്ലാം എന്താണ്? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എല്ലാം ബീൻ ഷേപ്ഡ് സെൽസ് ആയിരിക്കും. നമ്മുടെ ലീവ്സിൽ കാണുന്ന ആ ചെറിയ സുഷിരത്തെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആ പറഞ്ഞത്? ലിവിങ് ബീയിങ്സ് നീഡ് ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് അത്യാവശ്യമാണ് അല്ലേ? എനർജിക്ക് വേണ്ടിയിട്ട് ഫുഡ് അത്യാവശ്യമാണ്. വളരാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് നമുക്ക് രോഗങ്ങളോട് ചേർത്ത് നിൽക്കാനും ഒക്കെ നമുക്ക് ഫുഡ് വേണം. അപ്പൊ എല്ലാവർക്കും ഫുഡ് കിട്ടുന്നത് പല രീതിയിലാണ്. മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുന്നത് ഹെറ്ററോട്രോപ്സ് എന്നും. ഹരിതസസ്യങ്ങൾ അല്ലേ, ഗ്രീൻ പ്ലാന്റ് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഫുഡ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ അവർക്ക് വേണ്ടുന്ന ഫുഡ് അവർ തന്നെ ഉത്പാദിപ്പിക്കും. എന്തിൻ്റെയൊക്കെ? ക്ലോറോഫിലിന്റെയും അല്ലേ, സൂര്യപ്രകാശത്തിലെ ക്ലോറോഫിലും കാർബൺ ഡൈ ഓക്സൈഡും
അതുപോലെ വാട്ടറൊക്കെ ചേർന്നിട്ട് അവർ ആഹാരം രൂപപ്പെടുത്തുന്നു, അവർ കഴിക്കാനുള്ള ഫുഡ് രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് അവർ നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഇലയിൽ കാണുന്ന ആ ഒരു ചെറിയ സുഷിരത്തിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇലയ്ക്കുള്ളിലേക്ക് കിടക്കുന്നത്. ആ കോസിനെ ആ സുഷിരങ്ങളെ നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോയാലോ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയേ. ലിവിങ് ബീയിങ്സ് റെസ്പയർ. എന്താണ് ലിവിങ് ബീയിങ്സ് എന്ത് ചെയ്യുന്നു? റെസ്പയർ, ശ്വസിക്കുന്നു അല്ലേ? ലിവിങ് ബീയിങ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? ശ്വസിക്കുന്നു. All living beings use food to produce energy in their bodies. അല്ലേ? എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു? ഫുഡ് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഉത്പാദിപ്പിക്കാൻ നമ്മൾ എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു? ഫുഡ് കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നു. ഫോർ ദിസ് ദേ നീഡ് ഓക്സിജൻ. ഇപ്പൊ ഇതൊരു കാര്യത്തിൽ എന്ത് ആവശ്യമാണ്? നമുക്ക് ഓക്സിജൻ ആവശ്യമാണ് അല്ലേ? വിച്ച് ദേ ഗെറ്റ് ഫ്രം ദ എയർ ഓർ വാട്ടർ സറൗണ്ടിങ്. ഇപ്പൊ ഈ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? ഒന്നുകിൽ നമ്മുടെ ചുറ്റും കാണുന്ന എയറിൽ നിന്നോ വാട്ടറിൽ നിന്നോ ആണ് ഈ ഒരു ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്. ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഫുഡ് വിത്തിൻ ദെയർ ബോഡീസ് ടു റിലീസ് എനർജി. അപ്പൊ നമ്മുടെ ഈ ഒരു ഓക്സിജൻ എന്താണ്? ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യുന്നു. നമ്മൾ എന്തോ പറഞ്ഞത്? ഓരോ ജീവജാലങ്ങൾക്കും ഫുഡ് അത്യാവശ്യമാണ്. എന്തിനാണ്? നമുക്ക് വേണ്ടുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡ് ആവശ്യമാണ്. ഇങ്ങനെ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡിനോടൊപ്പം തന്നെ ഓക്സിജനും ആവശ്യമാണ്. നമ്മൾ എടുക്കുന്ന ഈ ഓക്സിജൻ ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്ത് എടുക്കുന്ന ഈ ഒരു ഓക്സിജൻ നമ്മൾ ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? എനർജി ഉണ്ടാകുന്നു, എനർജിയെ റിലീസ് ചെയ്യുന്നു. ദിസ് ഈസ് എ കെമിക്കൽ ചേഞ്ച് ഇൻ വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ ആർ പ്രൊഡ്യൂസ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, ഒരു രാസമാറ്റമാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കുന്നു, ആ ഫുഡും നമ്മൾ എടുക്കുന്ന ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് റിലീസ് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യുന്നു, ബോഡിയിൽ എനർജി റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇതൊരു കെമിക്കൽ രാസമാറ്റമാണ് അല്ലേ? കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ ആർ പ്രൊഡ്യൂസ്. കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ വാട്ടർ വേപ്പറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഈ നടക്കുന്നത്. ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ ആർ വേസ്റ്റ്. ഈ നമ്മള് ഇങ്ങനെ ഫുഡും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്താണ്? അത് വേസ്റ്റ് ആണ് അല്ലേ? മലിനം ആണ്. വിച്ച് ദ ബോഡി ത്രോസ്. അത് രണ്ട് എന്ത് ചെയ്യുന്നു? ബോഡി അങ്ങ് പുറന്തള്ളുന്നു. ദിസ് പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ എയർ, ലെറ്റിംഗ് ഓക്സിജൻ കമ്പൈൻ വിത്ത് ഫുഡ് ആൻഡ് ത്രോയിങ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ ഈസ് കാൾഡ് റെസ്പിറേഷൻ. ഇപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റെസ്പിറേഷൻ. എന്താണ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ? എന്താ? ശ്വസനം. ശ്വസനം എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ എയർ അല്ലെങ്കിൽ വാട്ടർ, നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറോ എയറോ നമ്മൾ എടുക്കുന്നു. ലെറ്റിംഗ് ഓക്സിജൻ കമ്പൈൻ വിത്ത് ഫുഡ്, ആ ഒരു ഓക്സിജൻ നമ്മൾ എടുക്കുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ത്രോയിങ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ, അതിൽ നിന്നുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പർ നമ്മൾ പുറന്തള്ളുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് വിളിക്കുന്നത്. എന്താ ശ്വസനം? റെസ്പിറേഷൻ നമ്മൾ എന്ത് എഴുതും? ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ എയർ ഓർ വാട്ടർ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം അല്ലെങ്കിൽ നമ്മൾ വായു നമ്മൾ എടുക്കുന്നു. ലെറ്റിംഗ് ഓക്സിജൻ കമ്പൈൻ വിത്ത് ഫുഡ്, നമ്മൾ എടുക്കുന്ന ആ ഒരു ഓക്സിജൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട്. ആൻഡ് ത്രോയിങ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ, നമുക്ക് ആവശ്യമുള്ള എനർജി ബോഡിയിൽ ഇട്ടിട്ട് ബാക്കി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും പുറന്തള്ളുന്നു. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. വെൻ വി ബ്രീത്ത് ഇൻ വി ടേക്ക് ഇൻ എയർ, നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? എയർ നമ്മളിലേക്ക് എടുക്കുന്നു. വിച്ച് കണ്ടെയ്ൻ ഓക്സിജൻ, അതിനകത്ത് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ആൻഡ് വെൻ വി ബ്രീത്ത് ഔട്ട് വി എക്സ്പെൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. അതിനുശേഷം നമ്മൾ ശ്വാസം എടുത്തിട്ട് അത് പുറത്തേക്ക് വിടുമ്പോൾ എന്താണ്? അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ വേപ്പറാണ് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രീത്ത് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് കയറുകയും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അല്ലേ ശ്വാസം വിടുമ്പോഴത്തേനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും പുറന്തള്ളപ്പെടുന്നു. The process of breathing in and breathing out is a part of respiration. അപ്പോൾ എന്താ? പ്രോസസ് ഓഫ് ബ്രീത്തിങ്, ശ്വാസം എടുക്കുന്നതും അല്ലേ ശ്വാസം പുറന്തള്ളുന്നതൊക്കെ എന്താണ്? റെസ്പിറേഷൻ, ശ്വസനത്തിന്റെ ഒരു പാർട്ടാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തു വിടുന്നതും. You can observe it in human beings and the common animal around you. You will see the chest moving up and down as an animal. നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ സ്വയം നോക്കിയതല്ലേ, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് ഒന്ന് ഉയരുകയും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു അല്ലേ, താഴുകയും ചെയ്യുന്നു. നമ്മൾ വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഉയരുകയും ശ്വാസം വിടുമ്പോൾ അത് താഴുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാ ആനിമൽസിനും ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും ഈ ഒരു രീതി തന്നെ ആയിരിക്കും. ആനിമൽസ് എല്ലാം ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഒന്ന് കുറച്ച് ഉയരുകയും ശ്വാസം വിടുമ്പോൾ അത് താഴുകയും ചെയ്യുന്നു.
ഫിഷ് ബ്രെത്ത് ബൈ ടേക്കിംഗ് ഇൻ വാട്ടർ. അപ്പൊ മത്സ്യം എന്താണ്? വെള്ളം എടുത്തുകൊണ്ടാണ് അത് ശ്വസിക്കുന്നത്. If you have an aquarium in school or at home, you can see how they seem to glug or sound. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ അല്ലെങ്കിൽ നമ്മൾ മീൻ വളർത്തുന്നിടത്തൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും മീൻ ഇങ്ങനെ ശ്വാസം വെള്ളത്തോടു കൂടിയാണ് ആ ശ്വാസം എടുക്കുന്നത്. വെള്ളം എടുത്തുകൊണ്ടാണ് ആ ഒരു മീൻ ശ്വാസം എടുക്കുന്നത്. They are actually taking in and throwing out water. അപ്പോൾ ശ്വാസം വിടുമ്പോൾ അത് വെള്ളം എടുക്കുകയും തിരിച്ചത് വെള്ളം തുപ്പുകയും ചെയ്യുന്നു. They use oxygen dissolved in water for the process of respiration. അവർ എന്ത് ചെയ്യാണ്? ഓക്സിജൻ അടങ്ങിയ വെള്ളം അല്ലേ, ഓക്സിജൻ വെള്ളത്തിൽ ലയിച്ച ഓക്സിജൻ ആണ് അവർ ശ്വസിക്കുകയും ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പ്ലാന്റ് ബ്രീത്ത് ത്രൂ സ്റ്റൊമാറ്റ ഇന്റർലീവ്സ്. പ്ലാന്റ് എങ്ങനെയാണ് ശ്വസിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ലീഫിൽ സുഷിരങ്ങളുണ്ട് അല്ലേ, ചെറിയ സുഷിരങ്ങൾ പോസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സുഷിരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റൊമാറ്റയിലൂടെയാണ് നമ്മുടെ പ്ലാന്റ്സ് ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞത്? ലിവിങ് ബീങ്സ് ആർ റെസ്പിറേഷൻ ഇല്ലേ. ലിവിങ് ബീങ്സിന് എന്താണ്? ശ്വസനമുണ്ട്. എല്ലാ ജീവജാലങ്ങളും ജീവനുള്ള വസ്തുക്കളും ശ്വസിക്കുന്നുണ്ട്, ശ്വസനം നടക്കുന്നുണ്ട്. അതായത് നമുക്ക് എനർജി വേണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണം. ഈ എനർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഓക്സിജനും ഫുഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ നടക്കുന്ന സമയത്ത് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അങ്ങനെ ഫുഡും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ തുടങ്ങിയ വേസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ പുറന്തള്ളും, ബോഡി പുറന്തള്ളും. പിന്നെ നമ്മൾ എന്താണ്? എയർ ആയിട്ട് വാട്ടറകത്തേക്ക് എടുക്കുന്നു, ഓക്സിജനും നമ്മുടെ ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പർ നമ്മൾ പുറന്തള്ളുന്നു. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റെസ്പിറേഷൻ, ശ്വസനം എന്ന് വിളിക്കുന്നത്. നമ്മൾ ശ്വസനം എടുക്കുക, ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ഒക്കെ എന്താണ്? റെസ്പിറേഷൻ്റെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കേ. ലിവിങ് ബീങ് എക്സെപ്റ്റ്. അപ്പൊ എന്താണ്? ജീവജാലങ്ങൾ അല്ലേ വിസർജിക്കുന്നു. എല്ലാ ജീവനുള്ള വസ്തുക്കളും വിസർജനം. ഫുഡ് കഴിക്കുന്നെങ്കിൽ വിസർജനം നടക്കും അല്ലേ, നമുക്കറിയാം. നോക്കിക്കേ, ലിവിങ് ഓർഗാനിസം യൂസസ് ഫുഡ് ടു പ്രൊഡ്യൂസ് എനർജി. എല്ലാ ലിവിങ് ഓർഗാനിസം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ്? ഫുഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആഹാരം കഴിച്ചാലേ നമുക്ക് എനർജി കിട്ടും. അപ്പൊ എല്ലാ ജീവജാലങ്ങളും എനർജിക്ക് വേണ്ടിയിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. The process of breaking down food and combining food with oxygen produce waste. നമ്മൾ നേരത്തെ പറഞ്ഞു, the process of breaking down food. നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം അല്ലേ അത് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഡൈജസ്റ്റേഷൻ, ദഹനം നടക്കുന്നു. അതിനുശേഷം എന്താണ്? ആൻഡ് കമ്പൈനിങ് ഫുഡ് വിത്ത് ഓക്സിജൻ. അതിനുശേഷം എന്താണ്? ശ്വസനം നടക്കുന്നത്. അതായത് റെസ്പിറേഷൻ. ഈ ഫുഡും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും നേരത്തെ നമ്മൾ വേസ്റ്റ് പറഞ്ഞില്ലേ, അതുപോലെ ഓക്സിജനും ഫുഡുമായിട്ട് ചേർന്നിട്ട് എന്താണ്? വേസ്റ്റ് രൂപം കൊള്ളുന്നുണ്ട്. വിച്ച് ദ ഓർഗാനിസം നീഡ് ടു ത്രോ. ആ വേസ്റ്റ് എന്ത് ചെയ്യുന്നു? ഓരോ ഓർഗാനിസവും പുറന്തള്ളുന്നുണ്ട്. ദിസ് പ്രോസസ് ഓഫ് ത്രോയിങ് ഔട്ട് വേസ്റ്റ് ഈസ് കാൾഡ് എക്സെപ്റ്റ്. ഇപ്പൊ എന്താണ്? ഈ ഒരു പ്രോസസ്സിനെ, അതായത് എന്താ, നമ്മൾ ഈ ഒരു ത്രോയിങ് ഔട്ട്, നമ്മളെല്ലാ വേസ്റ്റ് നമ്മൾ ഈ ഒരു പുറന്തള്ളുന്ന ഒരു പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സർട്ടേഷൻ. എന്താണ്? ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എക്സേഷൻ എന്ന് വിളിക്കുന്നത്. നോക്കിയേ, EXCRECRETI എക്സർഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? വിസർജനം എന്ന് നമ്മൾ വിളിക്കുന്നു അല്ലേ. ഇതാണ് നമ്മൾ ദ പ്രോസസ് ഓഫ് ത്രോയിങ് ഔട്ട് വേസ്റ്റ് പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ വിസർജനം എന്ന് വിളിക്കുന്നത്. We and many other animals expel waste from the body in the form of excess and urine. അപ്പോൾ യൂറിൻ്റെയിൽ നമുക്ക് യൂറിൻ്റെ വേസ്റ്റത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ വേസ്റ്റ് പുറന്തള്ളുന്നത്. സ്വെറ്റിംഗ് ഈസ് ആൾസോ എ വേ ഓഫ് എക്സ്പെല്ലിംഗ് വേസ്റ്റ് ഫ്രം ദ ബോഡി. അപ്പോൾ ബോഡിയിൽ നിന്ന് വേസ്റ്റ് പുറത്തുള്ള മറ്റൊരു പ്രക്രിയയാണ് വിയർപ്പ്. നമ്മൾ വിയർക്കുമ്പോൾ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് ആണ് പുറത്തു പോകുന്നത്. അപ്പോൾ എന്താണ്? എല്ലാ ജീവജാലങ്ങളും അല്ലേ, എല്ലാ ജീവജാലങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണ്? അത് ഡൈജസ്റ്റേഷൻ നടക്കുകയും അതിനുശേഷം ആ ഒരു ഓക്സിജനും ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്ത് റെസ്പിറേഷൻ, ശ്വസനം നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ രൂപം കൊള്ളുന്നു. ആ വേസ്റ്റ് നമ്മൾ എന്താണ്? പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ എക്സർഷൻ അല്ലെങ്കിൽ എന്താണ്? വിസർജനം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. പ്ലാന്റ് ത്രോ ഔട്ട് ഗ്യാസസ് ത്രൂ ദ സ്റ്റൊമാറ്റ ഇൻ ദെയർ ലീവ്സ്. അപ്പോൾ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സസ്യങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഗ്യാസ് അല്ലെങ്കിൽ വേസ്റ്റ് നമ്മുടെ സ്റ്റൊമാറ്റയിലൂടെ പുറന്തള്ളുന്നുണ്ട്. അതുപോലെ they also store waste in special cell. വേസ്റ്റ് എല്ലാം കൂടെ അവരുടെ സ്പെഷ്യൽ സെല്ലിലും അല്ലേ, സ്പെഷ്യൽ സെല്ലിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. Some of these waste are useful to us. അങ്ങനെ പ്ലാന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ കുറച്ച് വേസ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആണ്. എക്സാമ്പിൾ നോക്കിക്കേ. ഫോർ ഇൻസ്റ്റൻസ്, the rubber we extracted from rubber trees is a plant waste called latex. അപ്പം നമ്മൾ റബ്ബർ വെട്ടുമ്പോൾ അല്ലേ, റബ്ബറിനകത്ത് കുറച്ച് കറ ഒഴുകി വരും അല്ലേ, റബ്ബർ പാൽ എന്ന് പറയാം. അതെന്താണ്? ലാറ്റക്സ്. റബ്ബറിന്റെ വേസ്റ്റ് ആണത്. അതിനെ നമ്മൾ ലാറ്റക്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ലാറ്റക്സ്. അപ്പൊ ആ റബ്ബർ നമ്മൾ ആ ഒരു പാലെടുത്ത് പിന്നെ റബ്ബർ ഷീറ്റ് ആക്കി നമുക്ക് ചെരുപ്പിനായാലും ബാഗിനായാലും ഒക്കെ നമ്മൾ
യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റബ്ബറിന്റെ വേസ്റ്റ് ആയ ലാറ്റക്സ് നമുക്ക് എന്താണ് മനുഷ്യന് ഉപയോഗപ്രദമാണ് അല്ലേ. അതുപോലെ തന്നെ ഗം ഒബ്റ്റൈൻഡ് ഫ്രം അക്കേഷ്യ ട്രീ ഈസ് ഓൾസോ എ വേസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പൊ അക്കേഷ്യ ട്രീയുടെ വേസ്റ്റ് ആണ് ഗം, പശ. അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പശ ഉണ്ടാക്കുന്നത്. അപ്പം അക്കേഷ്യ ട്രീയിലെ ഗമ്മും മനുഷ്യന് യൂസ്ഫുൾ ആണ്. അക്കേഷ്യ ട്രീയുടെ വേസ്റ്റ് ആയ ഗമ്മും നമുക്ക് എന്താണ് മനുഷ്യന് യൂസ്ഫുൾ ആണ്. സോ ദിസ് ഈസ് ദ റെസിൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൺഫിറസ് ട്രീസ്. അപ്പൊ എന്താണ് കോൺഫിറസ് ട്രീയിൽ നിന്ന് വരുന്ന ആ ഒരു റെസിനും നമുക്ക് അതുപോലെ വേർതിരിച്ചിരുന്ന റെസിനും നമുക്ക് എന്താണ് ഉപയോഗപ്രദമാണ്. അപ്പം സസ്യങ്ങൾ അവരുടെ സ്റ്റൊമാറ്റ വഴി അവരുടെ ഗ്യാസ് വേസ്റ്റ് ആയിട്ടുള്ള ഗ്യാസസ് എല്ലാം പുറന്തള്ളുന്നു. അതുപോലെ എന്താണ് പ്ലാന്റ്സ് അവരുടെ വേസ്റ്റ് കുറച്ച് സ്പെഷ്യൽ സെല്ലിലായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ് അത് അവർ സൂക്ഷിക്കുന്ന കുറച്ച് വേസ്റ്റ് മനുഷ്യന് ഉപയോഗപ്രദമാണ്. ഓക്കെ, അത് നോക്കിയേ. ലിവിങ് ബീയിങ് റെസ്പോണ്ട് ടു സ്റ്റിമുലി. എല്ലാ ലിവിങ് ബീയിങ്സും ഇല്ലേ ജീവജാലങ്ങളും എന്താണ് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സ്റ്റിമുലി ഏതെങ്കിലും ഒരു ഉത്തേജനത്തിന് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. നോക്കാം. When someone suddenly brings an object close to your eyes, you blink. നമ്മുടെ കണ്ണിന്റെ അടുത്തോട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കണ്ണടയ്ക്കും അല്ലേ. അതുപോലെ when there is a loud noise, you may cover your eyes. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ചെവി പൊത്തും. And when there is a bad odor, you cover your nose. അപ്പൊ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ല് വരാൻ പെട്ടെന്ന് ഇങ്ങനെ മൂക്ക് പൊത്തും. അതുപോലെ such actions which are in response to something outside your body are called responses to external stimuli. ഇപ്പൊ എന്താ നമ്മൾ പറയുന്നത്? ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ അകത്തുനിന്നല്ലാതെ വെളിയിൽ നിന്ന് കേൾക്കുന്ന ഈ ഒരു അല്ലേ എന്താ ശബ്ദമായാലും സ്മെല്ലായാലും എല്ലാം എന്താണ് നമ്മുടെ ബോഡിക്ക് വെളിയിൽ നിന്ന് കിട്ടിയതാണ്. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്ത് പ്രതികരിച്ചു അല്ലേ. പെട്ടെന്ന് ശബ്ദം കേൾക്കാം, പുറത്തുനിന്ന് ശബ്ദം നമ്മൾ ചെവി കുത്തി സ്മെല്ല് നമുക്ക് മൂക്കുത്തി, അതെല്ലാം നമ്മുടെ ബോഡിക്ക് അകത്ത് നടക്കുന്നതല്ല. ബോഡിക്ക് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അല്ലേ ആ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്തു പ്രതികരിച്ചു. അപ്പൊ നമ്മൾ എന്താണ് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലി. അതായത് എന്താണ് ബാഹ്യ, അതായത് പുറത്തുനിന്നുള്ള പ്രവർത്തനങ്ങൾ അല്ലേ ബാഹ്യ ഉത്തേജനം നമ്മൾ വിളിക്കും. വിളിച്ചത് ബാഹ്യ ഉത്തേജനം, അതായത് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുനിന്നല്ലാതെ വെളിയിൽ നിന്നുള്ള ആ ഒരിതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നു. ബാഹ്യ ഉത്തേജനം നമ്മൾ അതിനെ വിളിക്കുന്നു റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലി. A stimulus is something which produces a response or reaction in a living being. ഇപ്പൊ എന്താണ് ഇതുപോലെ നമ്മൾ എന്താണ് ഒരു സ്റ്റിമുലസ് ഇല്ലേ എന്ത് ചെയ്യുന്നു നമ്മുടെ അതിനെതിരെ നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നു അല്ലേ പ്രതികരിക്കുന്നു. എങ്ങനെയാണ് നോക്കിക്കേ. ടെമ്പറേച്ചർ, ലൈറ്റ്, വാട്ടർ, പ്രഷർ, സൗണ്ട്, ടച്ച് ആൻഡ് കെമിക്കൽസ് ആർ സം എക്സ്റ്റേണൽ സ്റ്റിമുലി ആൻഡ് ലിവിങ് ബീയിങ്സ് റെസ്പോണ്ട് ടു. അപ്പൊ ജീവജാലങ്ങൾ പ്രതികരിക്കുന്ന കുറച്ച് എക്സ്റ്റേണൽ സ്റ്റിമുലി ബാഹ്യ ഉത്തേജനമാണെങ്കിൽ ലൈറ്റ് ആയാലും പെട്ടെന്ന് ലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കും അല്ലേ. ഇപ്പൊ ലൈറ്റ് ആയാലും അതുപോലെ വാട്ടർ ആയാലും പ്രഷർ ആയാലും ടെമ്പറേച്ചർ ആയാലും ടച്ച് ആയാലും സൗണ്ട് ആയാലും കെമിക്കൽസ് ആയാലും എന്താണ് ഇങ്ങനെ ജീവജാലങ്ങൾ പ്രതികരിക്കുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലിക്ക് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ, ടച്ച്, വാട്ടർ, ലൈറ്റ് ഇതൊക്കെ. They may respond differently but all living beings respond to external stimuli. അപ്പൊ എന്താണ് എല്ലാ ജീവജാലങ്ങളും ഈ എക്സ്റ്റേണൽ സ്റ്റിമുലിക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ആ എല്ലാവരും പ്രതികരിക്കുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും അല്ലേ. ഇപ്പൊ എന്താണ് നമ്മളിപ്പോ ഒരു തൊട്ടാവാടി നമ്മൾ കണ്ടു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ തൊട്ടാവാടി. നമ്മൾ അതിൽ തൊടുമ്പോഴത്തേക്ക് എന്താണ് അത് പെട്ടെന്ന് അങ്ങ് ഒരുമാതിരി വാടി നിൽക്കുന്ന കണക്കാണ് അല്ലേ. നല്ലോണം വിടർന്നിരിക്കുന്ന തൊട്ടാവാടിയിൽ നമ്മളൊന്ന് തൊട്ടാൽ പെട്ടെന്ന് അങ്ങ് വാടും. അപ്പൊ അത് നമ്മളെ ടച്ച് തൊടുക എന്ന് പറയുന്ന ആ ഒരു എന്താണ് ബാഹ്യ എക്സ്റ്റേണൽ സ്റ്റിമുലിയോട് ആ ഒരു തൊട്ടാവാടി പ്രതികരിച്ചത് കൊണ്ടാണ് അല്ലേ റെസ്പോൺസ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ ചുരുങ്ങി പോകുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ. അടുത്ത നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിവിങ് ഓർഗാനിസം ഷോ മൂവ്മെന്റ്. എന്താണ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും മൂവ്മെന്റ് ഉണ്ട്, ചലനമുണ്ട് അല്ലെ. എങ്ങനെയാണ്? നോ വൺ ഹാസ് ടു ടെൽ യു ദാറ്റ് ആനിമൽസ് മൂവ്. ആരും നമ്മളോട് പറഞ്ഞേണ്ട കാര്യമില്ല അല്ലേ. ഒരു ആനിമൽ മൂവ് ചെയ്യും, മൃഗം നടക്കും അല്ലെങ്കിൽ ചലിക്കും, ഓടും എന്ന് പറയുന്നത് വേറെ ആരും നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഡോഗ്, ക്യാറ്റ്, ഹോഴ്സസ് വാക്കാനുണ്ട് അല്ലേ. ഡോഗ് ആയാലും ക്യാറ്റ് ആയാലും ഹോഴ്സ് ആയാലും എന്താണ് അവർ നടക്കി ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നു. ബേർഡ്സ് ആൻഡ് മെനി ഇൻസെക്ട്സ് ഫ്ലൈ അല്ലേ. പക്ഷികളും പ്രാണികളും ഒക്കെ എന്ത് ചെയ്യുന്നു പറക്കുന്നു. സ്നേക്സ് ക്രൗൾ ആൻഡ് സോ. പാമ്പൊക്കെ എന്ത് ചെയ്യുന്നത് കിഴയാണ് ചെയ്യുന്നത്. Plant movement are not so easy to observe. Plants are generally fixed to one place, but many of their parts show movement in response to stimuli. You will learn more about plant movements. എന്താണ് പ്ലാന്റ്സ് വളരുന്നത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ലേ. പാമ്പ് എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു പ്ലാന്റ് ചലിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊരു സ്ഥലത്താണ് നമ്മൾ നട്ടേക്കുന്നത്. പക്ഷെ അതിന്റെ പല പാർട്സും
എന്താ ചലിക്കുന്നതാണ് നമുക്ക് പറയാം. ശിഖരങ്ങളൊക്കെ വളരുന്നു, ഇല വളരുന്നു, ഇതെല്ലാം നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരു സ്റ്റിമുലിക്കെതിരെ അത് റെസ്പോൺസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ലിവിങ് ഓർഗാനിസം ഷോ മൂവ്മെന്റ്. എല്ലാ ലിവിങ് ഓർഗാനിസവും അല്ലേ ചലനം, മൂവ്മെന്റ്, ചലിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യാനുള്ളത്. എന്തൊക്കെ ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്, ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ലിവിങ് ബീങ്സ് റീപ്രൊഡ്യൂസ് ഇല്ലേ, എല്ലാ ലിവിങ് ബീങ്സും ഉൽപാദനം നടക്കുന്നുണ്ട്. ലിവിങ് ബീങ്സ് നീഡ് ഫുഡ്, എല്ലാ ലിവിങ് ബീങ്സിനും ഫുഡ് ആവശ്യമാണ്. പിന്നെ ലിവിങ് ബീങ്സ് റെസ്പയർ, എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നുണ്ട്. ലിവിങ് ബീങ്സ് എക്സർട്ട്, എല്ലാ ജീവജാലങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട്. ലിവിങ് ബീങ്സ് റെസ്പോൺസ് സ്റ്റിമുലി, ഒരു ഉത്തേജനത്തിനെതിരെ എല്ലാ ലിവിങ് ബീങ്സും പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസം ഷോ മൂവ്മെന്റ്, എല്ലാ ലിവിങ് ഓർഗാനിസവും ചലനം നടക്കുന്നുണ്ട്. അപ്പൊ ലിവിങ് ഓർഗാനിസവും നോൺ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ ഇതുവഴി പഠിച്ചുപോയി. അപ്പൊ നമ്മുടെ 7th ചാപ്റ്റർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് തീർന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ എഴുതിയെടുക്കണം, എന്നിട്ട് അത് പഠിക്കണം. എഴുതി നോട്ട്സ് ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ട് തരണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വേണ്ടി ചെയ്യാം. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot